ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മരുമകളായി ഞാൻ അവളെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. നീയും സ്വീകരിക്കേണ്ടി വരും. നിങ്ങൾ സ്വീകരിച്ചോ? ദേ, മകനെ മരുമകളെ 4 ആളുടെ മുന്നിൽ വധൂവരന്മാരായി അണിയിച്ചൊരുക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്തോ. പക്ഷേ ഇതൊക്കെ അറിയുമ്പോഴേ ആ യോഹന്നാന്റെ കുടുംബത്തുണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാ. അയാള് പടയും പട്ടാളമായി ഈ കുടുംബത്തേക്ക് കയറി വരും. അയാൾക്ക് പറ്റുന്നതൊക്കെ അയാള് ചെയ്ത് ഒപ്പിക്കുകയും ചെയ്യും. ദേ, ഇവളെ ഇവിടുന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. എടി, അതിന് യോഹന്നാൻ ഒരിക്കൽ കൂടി ഒരു പൊടിക്ക് തന്റെ ഉള്ള മറ്റൊരു തന്തയ്ക്ക് ജനിക്കണം. ഇതേ മാണിക്കോത്ത് കുടുംബ വീടാ. ഇതിന്റെ മുറ്റത്ത് കാലെടുത്ത് വെക്കുന്ന ശത്രുവിന് പോലും മഹേന്ദ്രൻ കൽപ്പിക്കുന്ന അന്തസ് വേണം. യോഹന്നാനും മകനും ആദ്യം അത് ഉണ്ടാവട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങള്. കൊത്തു കിട്ടി അടങ്ങുന്നും പറഞ്ഞ് പാമ്പിന്റെ മാളത്തിലേക്ക് തലയും കൊണ്ട് ചെല്ലുന്ന ആളിന്റെ അടുത്ത് ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളൂ. നിനക്കെന്താടി പേടിയുണ്ടോ എന്റെ കൂടെ ജീവിക്കാൻ? എടി, സിംഹക്കൂട്ടി ജീവിക്കുമ്പോ സിംഹമായില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പുലിക്കുട്ടിയെങ്കിലും ആകാൻ നോക്കണം. അല്ലാതെ പൂച്ചക്കുട്ടിയായിട്ട് ജീവിക്കാൻ പോയാലേ പേടി കൊണ്ട് ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റില്ല. പിന്നെ അടയ്ക്കാം, എന്നേക്കുമായിട്ട് വിധിക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഒടുക്കത്തെ അടയ്ക്കൽ. എടി, നിന്നെ പോലെയൊക്കെ ഉള്ളവർക്ക് അത് തന്നെയാ വേണ്ടത്. മാണിക്കോത്ത് മഹേന്ദ്രന്റെ വില കളയാനായിട്ട് കൂടെ കൂടിയിരിക്കുന്നവള് പൊയ്ക്കോണം അപ്പുറത്ത്. എന്നിട്ടേ അടുക്കളയില് വല്ല പണിയുണ്ടോ നോക്ക്. അല്ലാതെ ഭാരിച്ച കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് സ്വയം ഇങ്ങനെ ചെറുതാകാൻ നിക്കല്ലേ. ഞാൻ ഇനി ഇക്കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. അനുഭവം ഗുരുവെന്നാണല്ലോ. ഇപ്പൊ മോൻ ആശുപത്രിയില്ല. ഇനി നമുക്കൊരു മോള് മാത്രമേ ഉള്ളൂ, ചന്ദ്ര. അവളെ കൂടി ഇല്ലാതാക്കി കളയരുത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് നിന്നേ. അങ്ങനെ ഒരു പേടി നിനക്കുണ്ടെങ്കില് നിനക്ക് നിന്റെ മോളെയും വിളിച്ചോണ്ട് നിന്റെ വീട്ടിൽ പോയി നിൽക്കാം. ഞാൻ എന്തായാലും ഒരിടത്തേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വരുന്നത് എന്താണെന്ന് വെച്ചാ നേരിടാൻ തന്നെയാ പോകുന്നത്. മഹിയേട്ടൻ നീ തന്റെ അടുത്തിന് പലതും ചോദിച്ചു വാങ്ങിക്കും. അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെയാ. യോഹന്നാന്റെ മകൾക്കുണ്ടായ സങ്കടം നമ്മുടെ മകൾക്കുണ്ടായി കാണാൻ യോഹന്നാൻ ശ്രമിക്കാതിരിക്കട്ടെ. എനിക്കത്രേ പറയാനുള്ളൂ. എന്തും ചെയ്യുന്ന കുഴപ്പക്കാർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാലോ. ഓർത്താ നല്ലത്. നോക്കിക്കോ. അപ്പാ, ഇനി പ്ലാമൂട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് ആരും ജീവിക്കണമെന്നില്ല. എന്താടാ ഉണ്ടായത്? നീ കാര്യം പറ. ഇനി ഇതിൽ കൂടുതൽ എന്തുണ്ടാവാനാ? മകള് പ്ലാമൂട്ടുകാരുടെ അന്തസ്വാഭിജാത്യം വാനോളം ഉയർത്തിയിരിക്കുകയല്ലേ. ഇവിടെ എന്താന്ന് വെച്ചാ മനസ്സിലാകുന്ന ഭാഷയെ പറ. ഡെയ്സി എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? അവള് മാണിക്കൊത്ത് താമസം തുടങ്ങിയെന്ന്. എന്താ എന്താ നീ പറഞ്ഞത്? ശിവന്റെ പെണ്ണായിട്ട് അവൾ അവിടെ കുടിയേറി പാർത്തെന്ന്.